ആയിട്ട് ജനറേറ്റ് തന്നിട്ട് ഇപ്പോൾ ഒരു നോസ് പിൻ കൊടുത്തിരിക്കുന്നതും ഒക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗൂഗിൾ ഒരു പുതിയ ഇമേജ് ജനറേഷൻ ആൻഡ് എഡിറ്റിംഗ് മോഡൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നെയിമാണ് നാനോ ബനാന എന്നുള്ളത്. ഈ മോഡലിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് മോഡൽ എന്നുള്ളതാണ്. 2-3 വീക്സ് ആയിട്ട് എല്ലാം അരീനയിലൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ കാണാനായിട്ടുണ്ടായിരുന്നു. ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ജനറേഷൻ മോഡൽ. അതിൻ്റെ ഒരു നെയിം വന്നിരുന്നത് നാനോ ബനാന എന്നായിരുന്നു. ഇപ്പോൾ ഗൂഗിളിൻ്റെ ആണെന്ന് ഉള്ള രീതിയിൽ അവരത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് പോസിബിൾ ആണ്. നമ്മൾ ഫ്ലക്സ് കോണ്ടെക്സ്റ്റ് മോഡൽ നോക്കിയിരുന്നു. ആ ഒരു മോഡലിൻ്റെ ഉള്ളിൽ ഇമേജസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ട് ഫ്ലക്സിൻ്റെ കോണ്ടെക്സ്റ്റ് മോഡലിന്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിരിക്കാം. പക്ഷേ നാനോ ബനാന മോഡൽ അതിലും സൂപ്പറായിട്ടാണ് ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പുതിയൊരു ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇമേജിലുള്ള എക്സിസ്റ്റിംഗ് ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യാനും സൂപ്പറായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഉള്ള ഇമേജിന് യാതൊരു ചേഞ്ചസും വരുത്താതെ തന്നെ. അതുപോലെ തന്നെ വെർച്വൽ ട്രൈ ഓൺസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ഓൺലൈൻ ഡ്രസ്സസ് അതുപോലെ മോഡൽസിനെ വെയർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിനെയും ഒക്കെ ക്ലബ്ബ് ചെയ്ത് മോഡൽസിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളൊരു ഫീച്ചർ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ ഫേഷ്യൽ പോസസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് പഴയ ഫോട്ടോസുകൾക്കൊക്കെ നമുക്ക് പുതിയതായിട്ട് കളറൈസേഷനും അതുപോലെ റീസ്റ്റോറേഷനും ഒക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഈ ഒരു മോഡൽ വെച്ച് പോസിബിൾ ആവുന്നുണ്ട്. യൂട്യൂബിൻ്റെ തംബ്നെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് കേസസ് ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാനായിട്ട് ആദ്യമുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോയിൽ വരിക. AI സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡൽസ് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാനോ ബനാന എന്ന് പറയുന്ന ഈ ഒരു ന്യൂ മോഡൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് പ്രിവ്യൂ എന്ന് പറയുന്നതാണ്. നാനോ ബനാന എന്നാണ് ഇപ്പോൾ ബാക്കി ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ട് അതിന് പറയുന്ന ഒരു പേര് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ട്രൈ നാനോ ബനാന എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇത് കണ്ടില്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് മോഡലിൻ്റെ ഇവിടെ വന്നിട്ട് ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. നെക്സ്റ്റ് വഴി എന്നുള്ളത് നമ്മുടെ ജെമിനി ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ജെമിനി ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒരു പോപ്പപ്പ് കാണിക്കും. ഈ ഒരു പോപ്പപ്പിൻ്റെ ഉള്ളിൽ തന്നെ അവർ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇമേജസ് ഒക്കെ നമുക്ക് ഇനി എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ന്യൂ മോഡലാണെന്നുള്ളത്. 3 ഇമേജസ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ഡിഫറെൻറ്റ് രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ട്രൈ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ആ ഒരു മോഡൽ ഇവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താണോ ഇമേജ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് യൂസ് കേസസ് ഒന്ന് നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയിലുള്ള പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആളുടെ ഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ആളുടെ ഫേസും കാര്യങ്ങളും ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ഈ ഒരു ഔട്ട്സൈഡുള്ള ഒരു വ്യൂ മാറ്റിയിട്ട് ഒരു ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഇമേജ് മാറ്റി തന്നിട്ടുണ്ട്. കുറച്ച് ഇമേജിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ കുറച്ചൊരു ക്വാളിറ്റി ലോസ് ആയിട്ടുണ്ട്. എന്നാലും ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഒന്നും പറയാനില്ല. പിന്നെ ഉള്ളത് ഇവിടെ ഒരു വാട്ടർമാർക്ക് വന്നിട്ടുണ്ട്. ജെമിനിയുടെ ഒരു വാട്ടർമാർക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യാം ഈസി ആയിട്ട്. നമ്മുടെ ഇമേജിൻ്റെ ക്യാരക്ടറിന് ഒരു ചേഞ്ചും വരാതെ തന്നെ. അതുപോലെ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ഡിഫറെൻ്റ് ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കൊടുത്തു നോക്കാം. ക്രിയേറ്റ് സൈഡ് ആംഗിൾ ഓഫ് ദിസ് ഇമേജ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ തന്നെ സൈഡിലേക്ക് ഉള്ള ഡിഫറെൻ്റ് ഒരു പൊസിഷനിലേക്ക് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഡ്രസ്സസിന് ചേഞ്ച് വന്നിട്ടില്ല. ആളുടെ ഫീച്ചേഴ്സിനും ഒന്നും ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ലൈക്ക് കണ്ണിൽ എഴുതിയിരിക്കുന്ന ഒരു ഇത് പോലും നമുക്കിവിടെ കാണാനായിട്ട് വരും. അതുവരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നോസ് റിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി ഡിഫറെൻ്റ് ആംഗിൾസിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ മോഡലാണ് ഈ ഒരു നാനോ ബനാന. ഇനി അടുത്തൊരു ഫീച്ചർ നമുക്ക് നോക്കാനുള്ളത് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ചേഞ്ച് ദ കപ്പ് of the change the cup the woman holding to a cute little cat. അപ്പോൾ ഇതായിരുന്നു ഞാൻ കൊടുത്ത ഇമേജ്. ഇതിൻ്റെ ഉള്ളിൽ ഇവരൊരു കപ്പ് പിടിച്ചിട്ടുണ്ട്. അത് മാറ്റി ഒരു ക്യാറ്റ് ആക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാറ്റിനെ മടിയിൽ വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ബാക്കി ഒരു കാര്യത്തിനും ഒരു ചേഞ്ച് വന്നിട്ടില്ല. ആ പേഴ്സണും അതിൽ 2 ആൾക്കാരുള്ള ഇമേജാണ് നമ്മൾ കൊടുത്തത്. അതിനൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റുന്നത് കൊടുക്കാം. റിമൂവ് ദ പ്ലാന്റ് ഇൻ ദ ഇമേജ്. ഈ ഒരു ഇമേജിൽ നിന്നും ആ ഒരു ഈ ഒരു പ്ലാന്റിനെ വളരെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഇമേജിന് ഒരു ചേഞ്ചും വരാതെ തന്നെ ക്ലീനായിട്ട് ആ ഒരു ഇമേജ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത്ര ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ട് പോസിബിളാണ് ഈ ഒരു ന്യൂ മോഡൽ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവരിതിന് ലിമിറ്റൊന്നും വെച്ചിട്ടില്ല. ജെമിനിയുടെയൊക്കെ ഫ്രീ വേർഷനിലും AI സ്റ്റുഡിയോയിലും ഒക്കെ നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അടുത്തൊരു യൂസ് കേസ് നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ഒരു സാഡ് വുമൻ്റെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഹാപ്പി ആയിട്ടുള്ള ഫേസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. മേക്ക് ദ വുമൺ സ്മൈലിംഗ് ഹാപ്പിലി. ഓക്കെ, ഇതായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. ഒരു സാഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്മൈലിംഗ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സെയിം വുമൺ തന്നെ ചിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇതായിരുന്നു ഓൾഡ് ഇമേജ്, ഇതായിരുന്നു ന്യൂ ഇമേജ് ഇതാണ്. അപ്പോൾ ആളെ സെയിം ക്യാരക്ടറിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചിരിക്കുന്ന രീതിയിൽ
ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് പല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞിരുന്നതാണ് പഴയ ഫോട്ടോസ് നമുക്ക് റീസ്റ്റോർ ചെയ്യാനും കളറൈസ് ചെയ്യാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് പറയാം റീസ്റ്റോർ ആൻഡ് കളറൈസ് ദിസ് ഇമേജ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഒരു പഴയൊരു ഇമേജ്. ഇതിനെ റീസ്റ്റോർ ചെയ്ത് കളറൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജനറേറ്റ് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ഇമേജിനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കളർഫുൾ ആക്കി തന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്. ഓക്കെ, ഈ ഒരു ഇമേജിനെ കളറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ഫീച്ചേഴ്സും ഒന്നും ചേഞ്ച് വരുത്താതെയാണ് ആ ഒരു പുതിയൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ട്, ഇപ്പോൾ ഒരു നോസ് പിൻ കൊടുത്തിരിക്കുന്നതും ഒക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊട്ട് തൊട്ടിരിക്കുന്നതും ഒക്കെ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന രീതിയിലാണ് നാനോ ബനാന ഈ ഒരു ഇമേജ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.